ഹലോ മക്കളെ, അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിങ്കളാഴ്ച ഈ വരുന്ന മൺഡേ എന്താണ് നമ്മുടെ +2 ബയോളജി ഓണം എക്സാം ആണ്. അപ്പോൾ +2 ബയോളജി ഓണം എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രഡിക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, ആൻഡ് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്നലെ തന്നെ ഓൾറെഡി നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ഇന്ന് വൈകിട്ട് 7 PM നമുക്ക് എന്തുണ്ട്, നമ്മളുടെ എക്സാമിന് വരുന്ന ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈവ് നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. മിസ്സും സ്നേഹ മിസ് ഉണ്ടാവുന്നതായിരിക്കും. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിലേക്ക് ഇന്ന് കറക്റ്റ് 7 PM വരിക. അതേപോലെ തന്നെ നമ്മുടെ എക്സാം എന്ന ബാച്ചസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ഓണം ഓഫർ ഇപ്പോഴും ഉണ്ട് മക്കളെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 1000 rupees ഓഫ് കിട്ടുന്നതാണ്. ഇനി ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് പോവാണ്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഇത്രയും ഏരിയാസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ആൻതറിൻ്റെ വോള്, ആ ഒരു 4 ലെയേഴ്സിൻ്റെ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. ദെൻ പോളൻ ഗ്രെയിൻ്റെ ആ 2 സെൽ ടൈപ്പ്, ദെൻ എംബ്രിയോ സാക്കിൻ്റെ ഫോർമേഷനും അത് ലേബൽ ചെയ്യാൻ കൂടി വരുന്നതാണ്. ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ, ആ സിംഗമി, ട്രിപ്പിൾ ഫ്യൂഷൻ, ആ ഒരു ഏരിയ. ദെൻ പോളിനേഷൻ, 3 ടൈപ്പ് ഓഫ് പോളിനേഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പോളിനേറ്റിംഗ് ഏജൻറ്റ് എഗെയിൻ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഏരിയയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എന്നാലും മിസ്സിൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് പോളിനേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഒരു 4 മാർക്സിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് അല്ലെ, ഇൻസെക്ട് ഉണ്ട്, വിൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഒരു 3 മാർക്സിനുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ആൻതറിൻ്റെ വോൾ ലെയേഴ്സ്, ഈ സ്ക്വയർ എംറ്റി, 2 മാർക്സിനുള്ളൊരു ക്വസ്റ്റ്യൻ. ദെൻ നമ്മുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ, ഓക്കെ, അതിൽ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ വേണ്ടി. ദെൻ നമ്മുടെ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ. ദെൻ ലാസ്റ്റ് വൺ നമ്മളുടെ ആ ഒരു ഔട്ട് ബ്രീഡിങ് ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ഇവിടെ മിസ് വെച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ഔട്ട് ബ്രീഡിങ് ഡിവൈസിന് ഒരു സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി, ആ ഒരു ഏരിയ ഒക്കെ വരുന്നില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് മിസ്സിൻ്റെ പ്രഡിക്ഷൻസ് ഈ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, ഗാമെറ്റോജെനസിസിൽ ഊജെനസിസും സ്പെർമാറ്റോജെനസിസും, അതേപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ, ആ 2 ലെയേഴ്സ്, ആ ഓരോ ലെയേഴ്സും എന്തായിട്ടാണ് മാറുന്നത്. ദെൻ നമ്മുടെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 4 സ്റ്റേജസ് ഏതൊക്കെ, അതിൽ ഏത് സ്റ്റേജിലാണ് ഓവുലേഷൻ ഉണ്ടാവുന്നത്, ആ ലൂട്ടിയൽ ഫേസിൽ ഗ്രാഫിയൻ ഫോളിക്കൽ റപ്ചർ ആകുമ്പോൾ എന്താണ് ഫോം ചെയ്യുന്നത്, പിന്നെ നമ്മുടെ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, ഈ ഏരിയാസ് എല്ലാമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ. അതിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ ലെവൻസിൻ്റെ പ്രഡിക്ഷൻസ് എപ്പോഴും ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഈ ഒരു സ്ട്രക്ചർ, ഇതൊരു 2 മാർക്സിന് മിസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഡയഗ്രാം 2 മാർക്സ്. ദെൻ നമ്മുടെ ആ ഒരു ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് പകുതി തരും, എന്നിട്ട് ബാക്കി ലൂട്ടിയൽ ഫേസിലുള്ളത് നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. പിന്നെ നമ്മുടെ സ്പെർമാറ്റോജെനസിസും ഊജെനസിസും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കും, സ്പെർമേഷൻ എന്താണ്, സ്പെർമിയോജെനസിസ് എന്താണ്, അങ്ങനെ ചോദിക്കാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ പ്ലാസെൻറ്റ, അപ്പോൾ പ്ലാസെൻറ്റ നമ്മളുടെ പ്രഗ്നൻസി പീരിയഡിൽ നമുക്കറിയാം പ്രത്യേക തരത്തിലുള്ള ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പ്ലാസെൻറ്റയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എന്താണ് പ്ലാസെൻറ്റ ആയിട്ട് മാറുന്നത്. ആൻഡ് അതേപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളെ മെയിൽസിൻ്റെ ആ ഹോർമോൺ സിസ്റ്റം. ഏത് ഹോർമോണാണ് നമ്മളുടെ എന്താ പറയുക, ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഏത് സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക, FSH ഏത് സെൽസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക, ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മളുടെ അടുത്ത ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു കുഞ്ഞു ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ അതിൽ മെയിൻ ഏരിയാസ് നമുക്ക് കോൺട്രാസെപ്റ്റീവ്സ് ആണ്. കോൺട്രാസെപ്റ്റീവ്സ് നമുക്ക് പല തരത്തിലുണ്ട്. നാച്ചുറൽ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ഓറൽ പിൽസ് ഉണ്ട്, അതുപോലെ നമ്മുടെ സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ബാരിയേഴ്സ് ഉണ്ട്, IUDs ഉണ്ട്, ഇഞ്ചക്ഷൻസും ഇംപ്ലാന്റ്സും ഉണ്ട്, ഇതെല്ലാം വരും. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ചാപ്റ്ററിലെ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരില്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ദെൻ ലാസ്റ്റ് ഇവിടെ കൂടുതലും ഷോർട്ട് ഫോംസ് തന്നിട്ട് നമ്മളോട് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയാം. അതായത് ഇപ്പോൾ ഗിഫ്റ്റ്, IUD, അതുപോലെ തന്നെ IVF, ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാനാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഇതൊക്കെയാണ് മിസ്സിൻ്റെ പ്രഡിക്ഷൻ. എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് IUDs. 3 ടൈപ്സ് ഓഫ് IUDs ഏതൊക്കെയാണ് വിത്ത് എക്സാമ്പിൾസ് ചോദിക്കും. അതേപോലെ തന്നെ നമ്മളുടെ അമ്നിയോസെൻറ്റസിസ് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഏരിയയിൽ വരുന്നതാണ്. പക്ഷേ എന്താണ് അമ്നിയോസെൻറ്റസിസ്, അമ്നിയോസെൻറ്റസിസിലൂടെ നമുക്ക് എന്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്.
സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അതിനൊരു 4 എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ദെൻ അടുത്തത് നമ്മളുടെ ആ ഒരു സർജിക്കൽ മെത്തേഡ്, വാസെക്ടമി, ട്യൂബെക്ടമി, അത് പിക്ചർ തന്നിട്ട് തന്നെ ചോദിക്കും. ഓക്കെ, അതുപോലെ കോപ്പർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളതാണ്. ഈ IUDയിൽ വരുന്നതാണ് കോപ്പർ ടി. അതിൻ്റെ പിക്ചർ തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. പിന്നെ വെച്ച് എന്താണ് ഇവിടെ ARTയുടെ സെക്ഷൻ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയുടെ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാത്തത് മക്കളെ. ആ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എക്സ്പാൻഷനാണ്. അപ്പോൾ ഇത് മാത്രം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ നിന്ന് എന്തും ചോദിക്കാം. ഓക്കെ, ദെൻ നമ്മളുടെ അടുത്ത ചാപ്റ്റർ ദാറ്റ് ഇസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇതൊരു കുറച്ചൊരു നമ്മുടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന നമ്മുടെ അടുത്ത ജെനറ്റിക്സിൻ്റെ ചാപ്റ്ററിന് ഒരു അടിപൊളി ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ്, അതുപോലെ തന്നെ ടെസ്റ്റ് ക്രോസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതിൻ്റെ ലോസ്. ദെൻ വൈ ഡ്രോസോഫില്ലയുടെ ആ ഒരു TH മോർഗൻ്റെ എക്സ്പെരിമെൻറ്റ് ചോദിക്കും. ദെൻ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് വിത്ത് എക്സാമ്പിൾ, ആ ഒരു പിങ്ക് കളർ വരുന്നത് അത് ചോദിക്കും. ദെൻ നമ്മുടെ പെഡിഗ്രി അനാലിസിസും അതിൻ്റെ സിമ്പിൾസും, 3 ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, മെൻഡേലിയൻ ഡിസോർഡേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ചോദിക്കുന്നതാണ്. നമ്മൾ അനീമിയ, ഫീനൈൽ കീറ്റോൺ യൂറിയ, സിക്കിൾ സെൽ അനീമിയൊക്കെ. ദെൻ ക്രോമസോമൽ ഡിസോർഡേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും, ഇതൊക്കെ എന്തായാലും എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ പെഡിഗ്രി അനാലിസിസും അതിൻ്റെ സിമ്പിൾസും, ദെൻ ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളുടെ ജെനറ്റിക് ഡിസോർഡർ, അഗെയിൻ ക്രോമസോമൽ ഡിസോർഡറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിതാ. ഇതൊക്കെ എന്താണ് നമുക്ക് ഇവിടുന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമ്മൾ അടുത്ത ചാപ്റ്റർ ദാറ്റ് ഇസ് ലാസ്റ്റ് ചാപ്റ്റർ, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് പ്രോസസ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ റെസ്ട്രിക്ഷൻ എൻസൈംസ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, എക്സോ ന്യൂക്ലിയസ്, എൻഡോ ന്യൂക്ലിയസ്, അതിൻ്റെ നെയിമിംഗ് പ്രൊസീജിയർ. ദെൻ ക്ലോണിംഗ് വെക്ടറിൽ PBR322. ഓക്കെ, ദെൻ നമ്മുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു, ജെനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോപ്രോസസ് എഞ്ചിനീയറിംഗും അതിൻ്റെ പ്രോസസ്സസ് ഒരു 6 സ്റ്റെപ്പ് ഉണ്ട്. ആ 6 സ്റ്റെപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ 6 സ്റ്റെപ്പ് ഇങ്ങനെ തലതിരിച്ച് വന്നിട്ട് നമ്മളോട് കറക്റ്റായിട്ട് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മളോട് മിസ്സിംഗ് ആയിട്ട് കാണിച്ചിട്ട് അത് ഫില്ല് ചെയ്യാൻ പറയും. അതിൽ വരുന്നതാണ് ഈ ജെൽ ഇലക്ട്രോഫോറസിസും PCR-ഉം വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതിൽ മിസ്സിൻ്റെ പ്രഡിക്ഷൻ PBR322, നമ്മുടെ ജെൽ ഇലക്ട്രോഫോറസിസ്, ദെൻ PCR, പാലൻഡ്രോമിക് സീക്വൻസസ്, ദെൻ നമ്മുടെ എങ്ങനെ ഹോസ്റ്റിനെ നമുക്ക് കോമ്പീറ്റൻ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇതേ തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ ഫുൾ മാർക്സ് കിട്ടാനുള്ള എല്ലാ ഏരിയാസും ആയിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് എൻ്റെ മക്കൾ എല്ലാവരും തീർച്ചയായിട്ടും നോക്കി വെക്കാം. അപ്പോൾ ഒന്നും പഠിക്കാത്ത മക്കളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യനെങ്കിലും വെറുതെ ബൈ ഹാർട്ട് പഠിക്കാമെന്നല്ല, അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ മക്കളെ ഇത് കഴിഞ്ഞാലും നമുക്ക് എന്തുണ്ട്, നമ്മുടെ +2 ലൈഫ് ഉണ്ട്, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് മിസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്, ഇതൊന്നും എനിക്കൊന്നും അറിയില്ല, ഒന്നും പേടിക്കേണ്ട. ഇന്ന് വൈകിട്ട് 7 PM നമ്മുടെ ലൈവിൽ വരിക. ഷുവർ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവാണ്. ഈ പറഞ്ഞ പ്രഡിക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ നമ്മുടെ ലൈവിൽ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ആരും ഇന്നത്തെ ലൈവ് മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് കറക്റ്റ് 7 PM നമ്മുടെ ചാനലിൽ വരിക. നമുക്ക് തകർത്തെടുക്കാം നമ്മുടെ ഓണം എക്സാം. മിസ്സും ഉണ്ടാവും, നമ്മുടെ സ്നേഹ മിസ്സും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റ് 7 PM നമ്മുടെ ചാനലിലേക്ക് വരണം. ഈ ക്വസ്റ്റ്യൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം.